ഹലോ, എല്ലാവർക്കും ഡോക്ടേഴ്സ് ആർട്ട് ബാസ്ക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലം കേക്കിന്റെ റെസിപ്പി ആയിട്ട്. അപ്പോൾ ഇന്ന് പ്ലം കേക്ക് കഴിക്കണമെന്ന് തോന്നി അപ്പൊ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലം കേക്കിന്റെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് മാത്രമല്ല, വളരെ ചെലവ് ചുരുക്കി ഒരു 180 രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന പ്ലം കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. സെക്കൻഡ് ക്വാളിറ്റി ബ്ലാക്ക് റൈസിൻസും സെക്കൻഡ് ക്വാളിറ്റി ബ്രൗൺ റൈസിൻസും ഒരു അര കപ്പിന്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി ഒരു 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. ചെറി ഇതുപോലെ ചെറിയ പാക്കറ്റിലേക്ക് ഇട്ട് അതൊന്ന് നുറുക്കി ചെറിയ കഷ്ണാക്കി നമ്മളൊരു 1/4 കപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഡേറ്റ്സ് ഇടാം, പിന്നെ ചിലവ് കൂട്ടി വേണമെങ്കിൽ ആപ്രിക്കോട്ട്സ്, പ്രൂൺസ്, ഫിഗ്സ്, നമ്മുടെ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിലേക്ക് ഇടാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അര കപ്പ് പഞ്ചസാര ചൂടായിരിക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ അലുമിനിയം പാനിലേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. സൈഡൊക്കെ ഒന്ന് മുരിങ്ങി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് മാറ്റി അര കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ കട്ട പിടിക്കും, പേടിക്കേണ്ട, എന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി, പെട്ടെന്ന് തന്നെ ലൂസ് ആയിക്കോളും. ഒരു 2 മിനിറ്റ് അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്രിസ്മസ് കാലവും ഈസ്റ്ററും ഒക്കെ ആകുമ്പോൾ ഞാൻ ഗ്രാമ്പൂ ഇതുപോലെ ഒന്ന് പൊടിച്ചൊരു ഗ്ലാസ് കുപ്പിക്കകത്ത് വെക്കും. അപ്പോൾ ഒരു നുള്ള ഗ്രാമ്പൂ പൊടിച്ചത് നമുക്ക് ഈ ഒരു ഫ്രൂട്ട് മിക്സിലേക്ക് ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് 5 മിനിറ്റ് സ്റ്റൗവിൽ വെച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു 6 ഇഞ്ചുള്ള റൗണ്ട് കേക്ക് ടിന്ന് ഇവിടെ ഒന്ന് എടുക്കുന്നുണ്ട്. അത് ലൈൻ ചെയ്യാനുള്ള ബട്ടർ പേപ്പറും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം അങ്ങ് ചെയ്ത് വെച്ചാൽ എളുപ്പമാണ്. ഇനി കുറച്ച് ഓയിൽ നമുക്ക് ആ ഒരു ടിന്നിലേക്ക് ഒഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബട്ടർ പേപ്പറും കൂടെ വെച്ച് ഒന്നുകൂടെ ഗ്രീസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഉണ്ടാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ട റൂം ടെമ്പറേച്ചർ ആയിരിക്കണം കേട്ടോ. പിന്നെ മുട്ടയുടെ സ്മെല്ലൊന്ന് മാസ്ക് ചെയ്യാൻ 1/2 ടീസ്പൂൺ വനില എസൻസ് ഇട്ട് നമുക്കൊരു ഹൈ സ്പീഡിൽ 30 സെക്കൻഡ് അടിച്ചെടുക്കാം. ഒരു അര കപ്പിൻ്റെ മുക്കാൽ ഭാഗത്തോളം പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചതും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മുട്ടയുടെ കൂട്ടിലേക്ക് ഇട്ട് ഒരു ലോ സ്പീഡിൽ 10 സെക്കൻഡ് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിലോ മെൽറ്റഡ് ബട്ടറോ ചേർത്ത് 10 സെക്കൻഡ് ലോ സ്പീഡിൽ അടിച്ചെടുത്ത് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിക്കാം. ഇനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ടിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് പയ്യെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് നമ്മൾ കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ കുത്തി ഇളക്കാൻ നിൽക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് ക്രാക്കായി പോകാൻ സാധ്യതയുണ്ട്. അത് പ്ലം കേക്ക് എന്നല്ല, ഏത് കേക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങനെയാണ്. ഇനി കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു ഓറഞ്ചിൻ്റെ സെസ്റ്റ്, അതായത് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദ ഓൾ പർപ്പസ് ഫ്ലോർ ഇത് ചേർത്ത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ് ഇത്ര ആഡ് ചെയ്ത് നമുക്ക് പയ്യെ ഒന്ന് സീവ് ചെയ്യാം. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് വേറൊരു ബൗളിൽ ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ മൊത്തം അങ്ങ് സീവ് ചെയ്ത് ഇട്ട് കൊടുക്കരുത്. പകുതി അരിച്ചിട്ട് ഇത് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആ സ്പാച്ചുല തന്നെ ഉപയോഗിച്ചോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ചായിട്ട് നമ്മുടെ പൊടി ഇതിലേക്ക് ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് പയ്യെ മിക്സ് ചെയ്തെടുക്കുക. അവസാനം ഇടുന്ന പൊടിയുടെ ബാച്ചിൽ നമ്മൾ കുറച്ച് നട്ട്സ് പൊടിച്ചതും കൂടെ ഇടാം. നട്ട്സ് വെറുതെ നമ്മുടെ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ആ ഒരു ഇതിൽ ഒന്ന് കുത്തി പൊട്ടിച്ചാൽ മതി. ഇവിടെ ഇപ്പം എനിക്ക് 1.5 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്, അപ്പോൾ ആൾക്കും കൂടി ഈ കേക്ക് കൊടുക്കണമല്ലോ എന്ന് ഓർത്താണ് ഞാൻ നട്ട്സ് ഇടായിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് പ്ലം കേക്കിന് കിട്ടുക. കാരണം നമ്മുടെ ഫ്രൂട്ട്സ് ഒന്നും അടിയിൽ പോയി കിടക്കരുത്. നമ്മുടെ സ്നോമാൻ ദേ ഇറങ്ങി വന്നിട്ടുണ്ട് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നന്നായി ഒന്ന് ടാപ്പും കൂടെ ചെയ്ത് കഴിയുമ്പം അത്യാവശ്യം എയർ ബബിളൊക്കെ തന്നെ പോയിരിക്കും. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ഉള്ളിൽ ഒരുപാട് ഹോൾസ് ഉണ്ടാവും. ഇനി മേലെ നമുക്ക് ഇതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. എനിക്ക് ഈ ഒരു പ്ലം കേക്കിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റെപ്പാണ് ഈ ഒരു ക്രസൻറ്റ് മൂൺ ഷേപ്പ് കാഷ്യൂസ് വെക്കുന്നത്. നല്ല ഭംഗിയല്ലേ. 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് ഞാനൊരു 20 മിനിറ്റ് 180 ഡിഗ്രി തന്നെ ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഇത് മൈക്രോവേവ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ OTGയിലാണ് ചെയ്യുന്നതെങ്കിൽ 50 മിനിറ്റ് തൊട്ട് 60 മിനിറ്റ് വരെ വെക്കാം. ഗ്യാസ് അടുപ്പിലാണെങ്കിലും മീഡിയം ഫ്ലെയിമിൽ 50 മിനിറ്റ് തൊട്ട് 60 മിനിറ്റ് വരെ വെക്കാം. ബേക്കായി വന്നോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ നമ്മളൊരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ടൂത്ത് പിക്ക് നീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ കേക്ക് പെർഫെക്റ്റായി ബേക്കായിട്ട് നിന്നാണ്. ഇനി നമുക്കൊരു ടവൽ വെച്ച് മൂടാം. ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നന്നായി തണുത്തിട്ടുണ്ടാവും. ഒരു കത്തി വെച്ച് സൈഡിൽ കൂടെ ഒന്ന് വരഞ്ഞ് ഒരു പ്ലേറ്റ് വെച്ച് ഇൻവേർട്ട് ചെയ്ത് ഒന്ന് തട്ടിക്കൊടുത്താൽ നമ്മുടെ സൂപ്പർ കേക്ക് റെഡിയാണ്.
ബട്ടർ പേപ്പർ പതുക്കെ ഇങ്ങനെ ഊരി വരുമ്പോഴേക്കും നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് റെഡിയാണ് കേട്ടോ. വീട് മൊത്തം ഇപ്പം നല്ല സ്മെല്ലാണ്. നല്ലൊരു സ്മെല്ല് കിട്ടുമ്പോൾ തന്നെയാണ് നമ്മൾ ഓവൻ പോയി നോക്കേണ്ടത്. സ്മെല്ല് ബേസ് ചെയ്തിരിക്കും നമ്മുടെ കേക്ക് പെർഫെക്റ്റായി വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇന്ന് മാത്രമല്ല, ഇനി ഒരു 2-3 ദിവസത്തേക്ക് ഇത്രയും നല്ലൊരു സ്മെല്ല് തന്നെയായിരിക്കും. ഈ ഒരു കേക്ക് നമുക്ക് 4 ദിവസം പുറത്ത് വെച്ച് ഉപയോഗിക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. നമുക്ക് സ്നോമാനിന് കേക്ക് കൊടുക്കാം. അപ്പൊ അത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.